എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അത് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നല്ല ദിവസം തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ട്. വണ്ടി എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടി ആ ഒരു സ്ഥാപനത്തിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ കുട്ടികളെ വിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേഷൻ വെച്ചിട്ട് ഒരു പുസ്തകം ഇറക്കുക, അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് പോവുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു നല്ല ദിവസം നമ്മൾ തേടാറുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മൾ ജ്യോതിഷപരമായിട്ടൊക്കെ ആളുകളെ തേടി അവരുടെ ഒരു ഒപ്പീനിയൻ വാങ്ങിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഒരു ചെറിയ രീതിയിൽ നമ്മൾ തന്നെ നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ അവിടെ നിന്ന് കിട്ടുന്ന നമ്പർ അനുസരിച്ച് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്തൊരു വേരിയേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നാള് വെച്ചിട്ട് അന്നേരത്തെ ആ ഒരു ഓരോ ഗ്രഹത്തിൻ്റെ ആ ഒരു സഞ്ചാരം അനുസരിച്ച് ഒരിത്തിരി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നേ ഉള്ളൂ. എന്നാലും ഏറെക്കുറെയൊക്കെ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്കൂട്ടി നോക്കിയിട്ട് നമ്മളുടെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇവിടെ ആ ഒരു കണക്ക് കൂട്ടി കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള നമ്പറിനെ ഓരോന്നിൻ്റെയും സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ നമ്പറും കൂടെ ഒറ്റ വീഡിയോയിൽ ചെയ്തു പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ കണക്ക് കൂട്ടി കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 1 മുതൽ 3 വരെയുള്ള നമ്പറിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, കാര്യങ്ങളും ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും ആ ഒരു തരുന്ന ആ ഒരു സ്നേഹവും പ്രോത്സാഹനവും ആ ഒരു മോട്ടിവേഷനും നല്ല സജഷൻസിനും എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, പ്രപഞ്ചശക്തിയുടെ ആ ഒരു നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള അക്കവും, പിന്നെ അതിനെ ചേർത്ത് വലിയ വലിയ അക്കങ്ങൾ പോകുമ്പോൾ എല്ലാം ആ ഒരു നമ്പർ പാറ്റേണിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയായി. അപ്പോൾ ഓരോ നമ്പറിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ശുഭകരമായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശുഭകരമായിട്ടുള്ളൊരു ദിവസം കണ്ടെത്തുക, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ കാര്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊരു ഉദാഹരണം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാളുകളുടെയൊക്കെ നമുക്ക് കണക്കൂട്ടി നോക്കാം. ആദ്യം നമുക്ക് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ എഴുതുക. രണ്ടാമത് ആ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ഡേറ്റ്. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 16/2/1965 ഒരു വ്യക്തിയുടെയെങ്കിൽ, ആ ഒരു നമ്മൾ നോക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഡേറ്റ് വെച്ചോളൂ, അതായത് 23/8/2024. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആദ്യത്തെ ഡേറ്റ് ഇവിടെ ആകുമ്പോൾ 16-ാം തീയതി. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മന്ത് അല്ലെങ്കിൽ മാസം എന്ന് പറയുന്ന ഫെബ്രുവരി മാസം 2-ാം മാസം. പിന്നെ ഇന്നത്തെ ഡേറ്റ്, അതായത് 23-ാം തീയതി. പിന്നെ ആ ഒരു ഇപ്പോഴത്തെ പ്രസൻ്റായിട്ടുള്ള മാസം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ആ ഒരു ദിവസം ഏത് മാസത്തിലാണ് വരുന്നത് എന്ന് നോക്കുമ്പോൾ ഇവിടെ ഓഗസ്റ്റ് മാസം. പിന്നെ ആ ഒരു പ്രസൻറ്റ് ഇയർ, കൃത്യമായിട്ട് ആ ഒരു ദിവസം നോക്കുന്നതിൻ്റെ വർഷം ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പറയുമ്പോൾ 2024. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടുക. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആദ്യത്തെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആ ഒരു മാസം, പിന്നെ നിങ്ങൾ കണക്ക് കൂട്ടുന്ന ദിവസത്തിൻ്റെ ആ ഒരു ഡേറ്റും ആ ഒരു മാസവും വർഷവും, അങ്ങനെ കണക്ക് കൂട്ടി കിട്ടുന്ന ഈ ഒരു വലിയ സംഖ്യയെ നമ്മൾ പിന്നെയും ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടി ചെറിയ അക്കമാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ 2073 എന്ന് കിട്ടിയപ്പോൾ നമ്മൾ 2 + 0 + 7 + 3 എന്ന് പറയുന്ന കിട്ടുന്ന 12ഉം, ആ 12നെ പിന്നെ നമുക്ക് ചെറുതാക്കുമ്പം 1 + 2 = 3 എന്ന് പറയുന്നതാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ ഈ 3 എന്ന് പറയുന്ന നമ്പർ വരുമ്പോൾ
അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എടുക്കുക. ഇങ്ങനെ 1 മുതൽ 9 വരെ നമുക്ക് കണക്ക് കൂട്ടി വരുന്ന ആ ഒരു ഡേറ്റിൽ ഓരോ ഡേറ്റിൻ്റെയും ആ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റുകൾ പറ്റുമെങ്കിൽ 1-2 ദിവസം അങ്ങോട്ട് മാറുമ്പോൾ ആ കൃത്യമായിട്ടുള്ള ഡേറ്റ് വരികയും അതിനനുസരിച്ച് ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വിചാരിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ആ ഒരു രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ 1 മുതൽ 3 വരെയുള്ള ആ ഒരു ഡേറ്റിലുള്ള സ്പെഷ്യാലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഡേറ്റ് അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന നമ്പർ എല്ലാത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിനെ സൂചിപ്പിക്കുന്നു, ന്യൂ ബിഗിനിങ്. അത് നമ്മളുടെ ഒരു പ്രോജക്റ്റ് ആണെങ്കിലും ഒരു പുതിയ സംരംഭമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുപ്പീരിയർ ഓഫീസേഴ്സുമായിട്ട് അല്ലെങ്കിൽ ബോസ് അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്കൊരു ചർച്ച അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒത്തുകൂടൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1 എന്ന് പറയുന്ന ആ ഒരു നമ്പർ വരുന്ന ആ ദിവസം നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആർട്ടിസ്റ്റിക് ഐഡിയാസ്, നിങ്ങൾ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക അല്ലെങ്കിൽ പുസ്തകം എഴുതുക അല്ലെങ്കിൽ പടം വരപ്പ്, ഇതിനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമുക്കിങ്ങനൊരു കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് തീരുമാനിച്ച് എടുക്കാനൊക്കെ നമുക്ക് വേണ്ട നല്ല ദിവസമാണ് ആ ഒരു 1 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇനി നമുക്ക് പുതിയ ഏതെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ പുതിയൊരു ഭാഷ ഒക്കെ പഠിക്കാനായിട്ട് ഈ 1 എന്ന് പറയുന്ന ആ ഒരു വൈബ്രേഷനുള്ള ആ ഒരു ഡേറ്റ് നല്ല രീതിയിൽ ഉതകുന്നതായിരിക്കും. പിന്നെ ഒരു പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പാട്ടോ കച്ചേരിയോ അല്ലെങ്കിൽ ഡാൻസ് പെർഫോമൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എന്ത് കാര്യമായാലും പെർഫോം ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ഡേ ആണ് ഈ 1 എന്ന് പറയുന്ന വൈബ്രേഷൻ ലെവലിൽ നിൽക്കുന്ന ആ ഡേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് സംബന്ധമായിട്ടാണെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള മെഷീനറി അല്ലെങ്കിൽ ഇക്വിപ്മെൻറ്റ്സിൻ്റെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഈ 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ വൈബ്രേഷനുള്ള ഡേറ്റ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിലൊരു കോമ്പറ്റീഷന് പങ്കെടുക്കണം അല്ലെങ്കിൽ കോളേജിലായാലും അല്ലാത്ത രീതിയിലുമൊക്കെ എലക്ഷൻ വരുമ്പോൾ അതിന് പങ്കെടുക്കണം എങ്കിലും ഈ ഒരു വൈബ്രേഷൻ 1ൻ്റെ അല്ലെങ്കിൽ 1ൻ്റെ വൈബ്രേഷനുള്ള ആ ഒരു നമ്പർ നമ്മൾ എടുക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ 10 നമുക്ക് കണക്കൂട്ടി കിട്ടുന്നെങ്കിൽ 1 + 0 = 1 എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്നത്. പിന്നെ നമുക്കൊരു യാത്ര പോവുക അല്ലെങ്കിൽ ഒരു ജേണി പോവുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ഈ 1 എന്ന് പറയുന്ന ആ ഒരു വൈബ്രേഷൻ കിട്ടുന്ന നമ്പർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്ത് നമ്മൾ ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ തീരുമാനമെടുത്ത് മുന്നോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് ആ ദിവസവും ആ ഡേറ്റും നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു ആംപ്ലിഫൈ ചെയ്ത് നിങ്ങളുടെ സക്സസ്സിലേക്ക് നടന്നെടുക്കാനായിട്ട് അത് സഹായിക്കും. ഇത്രയാണ് വൈബ്രേഷൻ 1ൻ്റെ രീതിയിലുള്ള പ്രത്യേകതകൾ ഞാൻ പറഞ്ഞത്. ഇനി 2ൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാലൻസിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹം ഫ്രൂഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലേക്കൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഗ്രോത്ത് അനുസരിച്ച് പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുടങ്ങുക, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട് ഒരു ബിസിനസ്സിൻ്റെ തന്നെ ഒരു ചെറിയ രീതി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇൻ അഡീഷൻ പുതിയതെന്തെങ്കിലും കൂടെ ചേർക്കുക. അതിനൊക്കെ ഈ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ വൈബ്രേഷനുള്ള ഡേറ്റ് വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ 2 എന്ന് പറയുന്ന ഈ നമ്പർ വരുന്നത് വരെ 1-2 ദിവസത്തേക്കൊന്ന് കാത്തിരുന്നിട്ട് ആ ദിവസം സെലക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുക. പിന്നെ നമുക്കൊരു ബിസിനസ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിത പങ്കാളി, അവിടെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയില്ല, കാരണം ജീവിത പങ്കാളി എന്ന് പറയുന്ന വ്യക്തി എന്താണ്, അവരുടെ സ്വഭാവ സവിശേഷത, നമ്മളുമായിട്ട് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ നേരത്തെ കൂട്ടി ഒരു റിസർച്ച് വർക്ക് നടത്തിയിട്ട് വേണം
നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഇറങ്ങുക. എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചൂസ് ചെയ്ത് അവരുമായിട്ട് ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുന്നതിന് ഒക്കെ നമുക്ക് ഈ വൈബ്രേഷൻ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ആ ഒരു രീതിയിലുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം വേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല, ഒരു കൂട്ടായ്മ പോലെ ഒരു 4-5 ആൾക്കാരുടെ സഹായം കൂടെ വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് കാര്യം പറഞ്ഞിട്ട് അവരുടെയും കൂടെ കൂട്ട് അല്ലെങ്കിൽ ആ ഒരു സഹകരണത്തോടു കൂടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ വൈബ്രേഷൻ 2 വരുന്ന ഡിജിറ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കോൺഫിഡൻസ് ലെവല് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മോട്ടിവേഷൻ തന്ന് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതിന് ഒരു പാത്രമായി മാറുക, അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രീസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മളെ ഉയർത്തപ്പെടാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കാനായിട്ടൊക്കെ ഈ വൈബ്രേഷൻ 2 വരുന്ന ഡേറ്റ്സ് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ചൂസ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് സ്ഥാപനത്തിലായാലും ഹൈ ഒഫീഷ്യൽസിൻ്റെ ഒക്കെ അടുത്ത് ചെന്ന് വളരെ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാനും നിങ്ങളുടെ ഐഡിയാസ് എല്ലാം തുറന്നു പറയാനും ഒക്കെ ഈ വൈബ്രേഷൻ 2 വരുന്ന ഡിജിറ്റ്സ് ഡേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് മുന്നോട്ട് പോയാൽ അതിലും ജീവിത വിജയം ഉണ്ടാകും. ഇനി വൈബ്രേഷൻ 3യുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ആ ഒരു ഡിജിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മാനിഫെസ്റ്റേഷൻസിനെ നമ്മളുടെ ആഗ്രഹത്തിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഡേറ്റാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ അംബീഷൻ ആ ഒരു രീതിയിൽ ഫ്രൂഷൻ വരാൻ വേണ്ടിയിട്ട് ആ ഒരു 3 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെന്തെങ്കിലും ഒരു ലീഗൽ കേസുണ്ട്, അല്ലെ ലീഗലി നമുക്ക് ഏതെങ്കിലും ഒരു വക്കീലിനെ ഒന്ന് കാണണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 എന്ന് പറയുന്ന ആ ഒരു വൈബ്രേഷൻ എനർജിയിൽ വരുന്ന ആ ഒരു ഡേറ്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾക്ക് അനുകൂലമായിട്ട് നമുക്ക് ഫേവറബിളായിട്ട് കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൻ്റെ വൈബ്രേഷൻ നിങ്ങളെ സഹായിക്കും. പിന്നെ മറ്റുള്ളവരുടെ ഒരു അസിസ്റ്റൻസോടു കൂടി സഹകരണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്ത് പലതും ഒരു ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടും ഈ 3 എന്ന് പറയുന്ന ഡിജിറ്റിൻ്റെ ആ ഒരു വൈബ്രേഷനിൽ സെലക്ട് ചെയ്ത് ആ ഒരു ഡേറ്റ് എടുത്താൽ അതിനും നിങ്ങളെ സഹായിക്കും. പിന്നെ പുതിയൊരു സബ്ജക്റ്റ് പഠിക്കാൻ അല്ലെങ്കിൽ പുതിയൊരു ഭാഷ പഠിക്കാൻ പുതിയൊരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എഴുത്തൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ പത്രലേഖനം അല്ലെങ്കിൽ വരയ്ക്കുക അല്ലെങ്കിൽ പത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമിക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരയ്ക്കാനൊക്കെ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഡിജിറ്റ് കൂടെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വർക്ക് ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ പ്രസൻറ്റബിളായിട്ട് അവരത് അംഗീകരിക്കാനുള്ള ആ ഒരു വൈബ്രേഷനൊക്കെ ഈ 3 എന്ന് പറയുന്ന ഡിജിറ്റിനുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു റിസർച്ച് വർക്ക് ഒരു പ്രസൻറ്റേഷൻ മോഡലിൽ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളെ കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയിലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പ്രസൻറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 3 എന്ന് പറയുന്ന വൈബ്രേഷൻ എനർജി ഉള്ള ആ ഡിജിറ്റ്സ് തിരഞ്ഞെടുത്ത് അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 3 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൻ്റെ ഒരു പ്രഭാവം കൊണ്ട് ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരികയും അവിടെ എല്ലാം നമുക്ക് വിജയങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു രീതി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ഇവിടെ 1, 2, 3 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൻ്റെ വൈബ്രേഷൻസിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി 4, 5, 6 പിന്നെ 7, 8, 9ൻ്റെ 2 വീഡിയോ കൂടെ ഞാൻ തുടർന്ന് ചെയ്യാം. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.